ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ജെ ബ്ലോഗ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു പച്ചമാങ്ങ കറി റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ചട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് മാങ്ങ കഴുകിയിട്ട് അരിഞ്ഞു വെച്ചേക്കണതാണ്. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്, ഈ ചട്ടിയിലേക്ക് ഇട്ട് വെക്കുന്നുണ്ട്. അതോടൊപ്പം ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടുള്ളത് അത് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് അതൊന്ന് ഇതിൽ പിടിപ്പിച്ചെടുക്കണം. അതാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ നന്നായിട്ട് ഇവിടെ ഒന്ന് എല്ലാം കൂടി ചേർത്തെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മാങ്ങ സവോള എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് നന്നായിട്ട് ഞെരടി വെച്ചേക്കണതാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഭയങ്കര എരിവൊക്കെ പേടിയുള്ളവരാണെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ഗ്ലൗസ് ഉപയോഗിച്ചും ചെയ്യാം. അപ്പോൾ നമുക്ക് കയ്യിലോട്ട് എരിവൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് റെസ്റ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ടുള്ള മാങ്ങയാണിത്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇനി ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതിന് ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കൊരു ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒരുപാട് കൂടിപ്പോലെ ഈ മാങ്ങ ഒന്ന് മുങ്ങണ ആ ഒരു പരുവം അത്ര മതി. ആ ഒരു പരുവത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് ഈ മാങ്ങ മാത്രമൊക്കെ വീട്ടിലുള്ളപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ മാങ്ങ കറി. ഒന്ന് നോക്കാം. അപ്പോൾ ഇത് നമുക്ക് തിളക്കാനായിട്ട് വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ ഇവിടെ റെഡിയായി വരുന്ന ആ സമയം കൊണ്ട് നമുക്കിവിടെ അതിനുള്ള അരപ്പൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ തേങ്ങാപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. എനിക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് തേങ്ങാപ്പൊടി എടുക്കുക. അതിലേക്ക് ഞാനൊരു 2 കഷ്ണം ചെറിയ ഉള്ളി ഇടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഇവിടെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം. എന്നാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ മാങ്ങയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തായിരുന്നു. നിങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയൊക്കെ കൊടുത്തോണം. പിന്നെ നമുക്ക് ഒന്നും കൂടി നമ്മുടെ മാങ്ങ തുറന്ന് നോക്കാം എങ്ങനെ എന്തായി എന്നുള്ളത്. ഇത് നന്നായിട്ട് ഈ പരുവത്തിലായിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാടങ്ങ് വെന്ത് കുഴഞ്ഞിട്ടില്ല, പക്ഷേ വെന്ത് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വെള്ളം ആയി പോകരുത്. ഒരുപാട് വെള്ളം ആയിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് നോക്കണം. പിന്നെ നിങ്ങൾ മാങ്ങ എടുക്കുമ്പോൾ എപ്പോഴും ഒരുപാട് പുളിയുള്ള മാങ്ങ എടുക്കരുത്. അതിനത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പം ഒരു മീഡിയം പുളി, അതായത് പുളി കുറഞ്ഞ മാങ്ങയാണ് ഇതിനെപ്പോഴും നല്ലത്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തീ കുറച്ചിട്ട് ചെയ്യണതാണ് നല്ലത്. തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. ഒരു മാങ്ങ വീട്ടിൽ നമുക്ക് സുഖമായിട്ടൊരു ചാറുകറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി സാധനമാണ്. നന്നായിട്ടൊന്ന് ഇളക്കാം. സംഭവം സെറ്റായി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആ മിക്സിയുടെ ജാറും കൂടി ഒന്ന് കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ടേസ്റ്റി ആൻഡ് ഈസി പച്ചമാങ്ങ കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചില്ല. തിള വരുന്ന ആ സമയത്ത് നിർത്തണം. ഒരുപാടങ്ങ് തിളച്ചൊന്നും പോകണ്ട. തിള വരുമ്പോൾ നമ്മൾ നിർത്തണം. ഞാൻ നിർത്തി. ഇനി ഇതിലേക്ക് നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഈ പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പഞ്ചസാര ഇടുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പൊട്ടിച്ചിടുക. ഇട്ടാൽ മാത്രം മതി. ബാക്കിയെല്ലാം കഴിഞ്ഞു. വളരെ ഈസിയാണ്. അടിപൊളി സംഭവമാണ്. അപ്പോൾ നമുക്കിനി കടുക് പൊട്ടിക്കാം. ഇതിലേക്ക് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനൊരു കുറച്ച് ഉലുവ, ഒരു പൊട്ടി മതി, ഒരു പിഞ്ച് ഉലുവ അത്ര മതി. അത് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കരുത്.
എനിക്ക് അതും കൂടി ഇട്ടിട്ടുള്ളതാണ് കൂടുതൽ ഇഷ്ടം. അതാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റിയാണ്. പക്ഷെ ഇത് കരിഞ്ഞു പോയാൽ ഇച്ചിരി കയ്പും ഉണ്ടാകും, അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഇടുന്നത് ഒരു 2 വറ്റൽമുളക് ചെറുതായിട്ട് കീറിയതാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഒരു ചെറിയ തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കറിക്കൊരു നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ ഇല്ല, ഒരു 1/4 ടീസ്പൂൺ മറ്റേ നമ്മുടെ കളറുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ഇളക്കി നമുക്ക് കടുക് പൊട്ടിച്ച് കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ അത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാം. അപ്പോൾ ഞാൻ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ ഈസി ആയിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് തുറന്ന് എടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള പച്ചമാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നിങ്ങൾക്കൊരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞ് ഇത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്. ചോറിനൊക്കെ കൂട്ടാൻ ബെസ്റ്റ് കറിയാണ്. നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഇതുപോലെ ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയാം. നിങ്ങൾക്ക് പച്ചമാങ്ങ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.